ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ചിലരിങ്ങനെ ശരി ശരി ഇങ്ങനെ പറഞ്ഞിട്ട് കാണിച്ചു തരാം, ചിലർ നോക്കിയിട്ട് മിണ്ടാണ്ടിരിക്കും. പക്ഷെ മറ്റു ചിലരുണ്ട് ശിശിരേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് കൈയൊക്കെ തന്നിട്ട് ഒരു സെൽഫിയെല്ലാം എടുത്ത് സ്വന്തം വീട്ടിലെ ആരോ കണ്ട ഒരു സന്തോഷത്തോടെയൊക്കെ വന്ന് എന്നോട് ഓടി വന്ന് കൈയൊക്കെ തന്ന് ശിശിരേച്ചി സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്ത് രസമോ, അങ്ങനെ മിണ്ടിക്കൂടെ, ഞാനും മിണ്ടും. ഇനി നമുക്കേ പല തരത്തിലുള്ള രതിമൂർച്ചനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ, അത് സ്ത്രീയിലും പുരുഷൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്ക് പുരുഷന്മാരിലെ ഒരു രതിമൂർച്ചനെ പറ്റി സംസാരിക്കണം. അവർക്ക് അവരുടെ മുലക്കണ്ണുകളിലൂടെ കിട്ടുന്ന രതിമൂർച്ചനെ പറ്റിയിട്ട് സംസാരിക്കാം. ഇതെങ്ങനെയാണ് കിട്ടുക, എങ്ങനെ ചെയ്തു കൊടുത്താലാണ് അവർക്കത് അനുഭവിക്കാൻ പറ്റുക, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അവരെ മുലക്കണ്ണുകളിലൂടെ രതിമൂർച്ചയിലെത്തിക്കാനുള്ള 6 ടെക്നിക്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ. അതിനുമുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ചെറിയ കുട്ടികൾക്ക് ലൈംഗിക വിചാരങ്ങൾ ഉണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ ഇല്ലയോ? അവരുടെ ലൈംഗിക വളർച്ച എപ്പോൾ തൊട്ടാണ് ആരംഭിക്കുന്നത്? വിവിധ പ്രായത്തിലുള്ള അവരുടെ ലൈംഗിക പെരുമാറ്റങ്ങൾ ഏതൊക്കെയാണ്? അതിൽ നോർമൽ ഏതാണ്, അബ്നോർമൽ ഏതാണ്? ലൈംഗികതയെ പറ്റിയിട്ട് കുട്ടികളോട് സംസാരിക്കേണ്ടത് എപ്പോഴാണ്, ഏത് പ്രായം തൊട്ടാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് മറ്റുള്ള ലൈംഗികപരമായിട്ട് ഉപദ്രവങ്ങളിൽ നിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങളുടെ കുട്ടികളിലെ ഭയം, ഇൻസെക്യൂരിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി ഉള്ളതാണെങ്കിൽ നിങ്ങൾ ഈ ഓഡിയോ ബുക്സ് കേട്ടിരിക്കണം. പേരന്റിംഗ് ദ ഏജ് ഓഫ് 6 ബോക്സർ എന്നാണ് ഈ ഓഡിയോ ബുക്കിന്റെ പേര്. നിങ്ങൾ നല്ലൊരു പേരൻ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ കേട്ടിരിക്കണം. നിങ്ങളുടെ കുട്ടീനെ എങ്ങനെ ഗൈഡ്, ഇപ്പോൾ പലതരത്തിലുള്ള ഫോൺ പോലുള്ള വീഡിയോസിനെല്ലാം ഇവരെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള അറിവുകൾ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. ഇതുപോലുള്ള ഒരുപാട് ഓഡിയോ ബുക്സ് കുക്കു എഫ്എമ്മിലുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കേൾക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ വാലന്റൈൻസ് ഡേൻ്റെ സ്പെഷ്യലായിട്ട് ഈ വരുന്ന 16-ാം തീയതി വരെ നിങ്ങൾക്ക് 60% ഓഫർ ഉള്ളത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LOVE60 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഫസ്റ്റ് കമൻ്റായിട്ട് കാണുന്ന ലിങ്കിലോ കയറിയിട്ട് കുക്കു എഫ്എം ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ബുക്ക് കേൾക്കാവുന്നതാണ് കേട്ടോ. ഒരു ചോക്ലേറ്റ് വാങ്ങുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് ഈ കുക്കു എഫ്എം എൻജോയ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ വിഷയത്തിലേക്ക് വരാവേ. അപ്പോൾ എന്താണ് മുലക്കണ്ണുകളിലുള്ള പ്ലേ എന്ന് പറയുന്നത്? ഇപ്പോൾ മുലക്കണ്ണും അതിന് ചുറ്റുമുള്ള ഡാർക്ക് ഭാഗവും വരുന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കുന്നതിലാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ പുരുഷന്മാരിൽ എങ്ങനെ ചെയ്തു കൊടുക്കുന്നു എന്നല്ല പറയുന്നത്, ഇപ്പോൾ പുരുഷനിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും ഇറക്റ്റൈൽ കലകൾ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ലിംഗത്തിലും ഗ്രിസരിയിലൊക്കെ കാണുന്ന കൂട്ടുള്ള കലകൾ ഇവിടെ ധാരാളമായിട്ടും ഉണ്ട്. കൂടുതലേറെ സെൻസിറ്റീവായിട്ടുള്ള നെർവ് എൻഡിങ്സ് ഇതിലുണ്ട്. ഇപ്പോൾ ഈ ലിംഗം ഉത്തേജിപ്പിക്കും, ഗ്രിസരി ഉത്തേജിപ്പിക്കും, ബ്രെയിനിൽ എന്താണോ നടക്കുന്നത്, സെൻസറി കോർട്ടെക്സിൽ എന്താണോ നടക്കുന്നത്, അതൊക്കെ തന്നെ ഈ മുലക്കണ്ണിൽ ചെയ്യുമ്പോഴും ഉണ്ടാവുന്നുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. തരത്തിൽ മുലക്കണ്ണ് ഉത്തേജിപ്പിക്കുന്ന രീതിയെ പറ്റിയിട്ട് പറയാം. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ചിലർക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോഴായിരിക്കും അവർ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി മറ്റു ചിലർക്ക് കുറച്ച് വേദനിപ്പിച്ചുകൊണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അപ്പം ആദ്യം തന്നെ നമ്മൾ എന്തൊരു കമ്മ്യൂണിക്കേഷനാണ് വേണ്ടത് അല്ലേ, എന്താണ് അവരുടെ ഇഷ്ടം എന്ന് തുറന്ന് പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഉത്തേജനം കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. കൈകൾ ഉപയോഗിച്ച് അവരുടെ മുലക്കണ്ണിൽ തൊട്ട് ഏത് ലെവലിലുള്ള ഉത്തേജനമാണ് അവർക്ക് ഇഷ്ടമെന്നത് നിങ്ങൾക്ക് അളക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ റബ്ബ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ പിഞ്ച് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ മുന്നോട്ടും പുറകോട്ടൊക്കെ കേൾക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വലിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ഉത്തേജനങ്ങൾ കൊടുക്കാൻ വേണ്ടി. പിന്നെ വായിലൂടെ ഉത്തേജിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് നക്കുകയോ കടിക്കുകയോ അല്ലെങ്കിൽ രണ്ട് പല്ലിന് ഇടയിലായിട്ട് മുലക്കണ്ണ് വെച്ചിട്ട് അത് റബ്ബ് ചെയ്യുന്നതോ അങ്ങനെയൊക്കെ അവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടം ആ രീതിയിലൊക്കെ ഉത്തേജിപ്പിക്കാവുന്നതാണ്. മുലക്കണ്ണിൽ ക്ലാമ്പൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിലൂടെ അവർക്ക് ഉത്തേജനം ലഭിക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അതുപോലെ മുലക്കണ്ണുകളിലേക്ക് തൊടുന്നതിന് മുന്നേ മസാജ് ഓയിലോ അതും അല്ലെങ്കിൽ ലൂബ്രിക്കേഷനൊക്കെ യൂസ് ചെയ്തിട്ട് തൊടുന്നതായിരിക്കും അവർക്ക് കൂടുതലായിട്ട് നല്ലത്. അതുപോലെ ചിലർക്ക് കൈ ഒന്ന് വാം ആക്കിയതിന് ശേഷം ടച്ച് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ചിലർക്ക് ടിക്ലിങ് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ തൂവലുകളൊക്കെ തൊട്ടിട്ട് വളരെ സോഫ്റ്റായിട്ട് അവർക്ക് കൊടുക്കാവുന്ന ഒരു ഇക്ലി അല്ലേ, അത് കൊടുക്കുന്നതും ചിലർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉത്തേജിപ്പിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുരുഷന്മാർക്കും ഒരു മുലക്കണ്ണുകളിലൂടെയുള്ള രതിമൂർച്ചയൊക്കെ എൻജോയ് ചെയ്യട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.